നിങ്ങളൊക്കെ ഇതെവിടെ പോകുന്നു? അല്ല ആരോ കാണിച്ചു തരാന്ന് പറഞ്ഞ് ദേ ഒരെണ്ണം. ഒരെണ്ണമല്ല രണ്ടെണ്ണം. നോക്കട്ടെ നീ എന്താ പറയാൻ പോണെന്നറിയാം. നീ ആണാണെങ്കിൽ ഉറക്കെ പറയടാ. ഉറക്കെ പറഞ്ഞാൽ എന്താടാ? ഏത് തെണ്ടിയുടെ മുഖത്ത് നോക്കി ഞാൻ പറയും. എന്നാ ഇവന്റെ മുഖത്ത് നോക്കി ധൈര്യമായിട്ട് പറഞ്ഞു. കാർ മേടിച്ചു, റെഡ് കളർ. റെഡാണ് അവളുടെ ഫേവറേറ്റ്. പിന്നെ ഒരു ടൂർ പോയി. ഞാൻ പോട്ടെ. സ്പീച്ചറാണോ ഇല്ല അർജുന്റെ ഇന്റർവ്യൂ ആണോ? അയ്യോ സുന്ദര, നീ വല്ലാതെ പേടിച്ചിരിക്കുന്നു. ഞാനില്ലേ, ധൈര്യമായിട്ടിരിക്കുക. ഇന്നൊന്ന് ഞാൻ പഠിക്കുന്ന സമയത്ത് നടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ രണ്ടുത്തെയോ ബാലൻസ് ചെയ്തിട്ട് പോയി. അത് എനിക്ക് ഉണ്ടായിരുന്നു. ലൈക്ക് രണ്ടുത്തെയോ ബാലൻസ് ചെയ്തിട്ട് പോകണമെന്ന് ഒരു ആഗ്രഹം ഉണ്ട്. അത് കറക്റ്റാ ഞാൻ പോയി. അതിനാലதான் എനിക്ക് MA വரைக்கும் എനിക്ക് പഠിക്കാൻ പറ്റില്ല. സോ അന്ത എന്നത് താൻ ഇനിക്കെട്ട് വെക്കാൻ തുടങ്ങിയാടോ പുളുന്താന്. ക്ഷമിക്കണം മുതലാളി, മുതലാളിയുടെ പിന്നാലെ നടന്ന് അറിയാണ്ട് എന്റെ വായന്ന് വീണതാ. ഇപ്പോ അർജുനെ കാണുമ്പോ ഇന്ന ആക്ടറുമായിട്ട് സിമിലാരിറ്റി ഉണ്ട് അല്ലെങ്കിൽ ഒരു ആക്ടറെ പോലെ തോന്നുന്നുണ്ട് എന്ന് ചോദിച്ചാൽ ആരെ പറയും? അർജുനെ കാണുമ്പോ ഞാൻ വന്നിട്ട് സ്റ്റാർട്ടിങ് കാണുമ്പോഴേ ഞാൻ പറഞ്ഞത് വന്നിട്ട് മിലിൻ സുമൻ അവരെ പോലെ ഉണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല. ഭാവിയിൽ എന്തെങ്കിലും ഈ കുക്കിംഗ് റിലേറ്റഡ് ആയിട്ട് വല്ല ബിസിനസ് ഒക്കെ ജോയിന്റ് വെഞ്ചർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ഞങ്ങളോട് പറഞ്ഞായിരുന്നു ഇവിടുത്തെ പണിയില്ലെങ്കിൽ ചെന്നൈയില് ചപ്പാത്തി ഉണ്ടാക്കാതെ. താമസം ഉണ്ടാവും. ഏറിയ 1 വീക്ക്. ഇനി എന്താ ഏറും വീക്കും? ഇപ്പൊ തന്നെ ധാരാളം കിട്ടി. ആ വീക്കല്ല, ഒരാഴ്ച എന്ന് പറയായിരുന്നു. അങ്ങനെ നിങ്ങൾ ഒരു ചപ്പാത്തി കട സ്റ്റാർട്ട് ചെയ്തു എന്ന് വിചാരിക്കൂ. അതിന്റെ പേരെന്തായിരിക്കും ആ കടയുടെ? ശ്രീജു.